ഒരു യുദ്ധം സംഭവിക്കുമ്പോഴാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പെരുകുന്നത്. ഇറാനിൽ നിന്നും ഏറ്റവും അധികം വ്യക്തിപരമായി ഭീഷണി നേരിടുന്ന വ്യക്തി മറ്റാരുമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവാണ്, ഡൊണാൾഡ് ട്രംപാണ്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെ, ഓഫീസിൽ, ഒളിയിടത്ത്, ബങ്കറിൽ എവിടെയാണോ ശാരീരിക സാന്നിധ്യമുള്ളത് അവിടെയൊക്കെ കൃത്യമായി പ്രിസിഷൻ ബോംബിങ്ങിലൂടെ സാങ്കേതികമായി കൊല്ലാൻ സാധിക്കും. പക്ഷേ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്ക ചില കേന്ദ്രങ്ങളിലുണ്ട്. കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് പൊതുവേദിയിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടത്. എപ്പോഴും നിഗൂഢമായിരുന്നു, വളരെ വളരെ രഹസ്യാത്മകമായിരുന്നു അലി മുജ്തബ ഖൊമനയുടെ നീക്കങ്ങൾ. അലി ഖൊമനയി മരിച്ചു എന്നത് ഇറാൻ സ്ഥിരീകരിച്ചതുകൊണ്ട് മാത്രമല്ലേ ലോകമറിഞ്ഞത്? അമേരിക്കയ്ക്ക് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ കഴിഞ്ഞോ? ചില മര്യാദകളും സാമാന്യ ശീലങ്ങളും ഉണ്ട്, ആരോഗ്യപരമായ ശീലങ്ങളും ഉണ്ട്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാന് മേൽ പെയ്തിറങ്ങിയത്. സ്വാഭാവികമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന തിരിച്ചടിയിലും ഇതുപോലെയുള്ള ബോംബുകളുണ്ട്. ബാങ്കിങ് കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന ഭീഷണി നന്നായി ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാരായ ബാങ്ക് ജീവനക്കാർ, അമേരിക്കൻ സിറ്റിസൺസ്, പല കാര്യങ്ങളിലായി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മധ്യപൗരസ്ത്യ പ്രദേശത്ത് തങ്ങുന്നവർ, അവരോടെല്ലാം തന്നെ സ്ഥലം കാലിയാക്കി നേരെ അമേരിക്കയ്ക്ക് വിട്ടോളാനാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എവിടെ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ്. ശരിക്കും നെതന്യാഹുവിന് എന്തെങ്കിലും സംഭവിച്ചോ? എന്താണ് ഇങ്ങനൊരു വിവാദത്തിന് പിന്നിൽ? ഇസ്രായേലിന്റെ പ്രതികരണം ഏത് രീതിയിലാണ് ഈ ഒരു വിവാദത്തിൽ? ഒരു യുദ്ധം സംഭവിക്കുമ്പോഴാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പെരുകുന്നത്. നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇങ്ങനെ പടച്ചുവിടുന്നവരുണ്ട്, അതിൽ ആഹ്ലാദം കണ്ടെത്തുന്നവരുമുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ച ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ചുള്ള ഒരു തിരോധാന സൂചന. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെ മുഖ്യ കാരണക്കാരൻ, സൂത്രധാരൻ. യുദ്ധം എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വ്യക്തിപരമായ ആവശ്യം കൂടിയാണ് എന്നത് കൃത്യമായി നമുക്ക് നിഷ്പക്ഷമായി വിലയിരുത്താം. അത് ഇസ്രായേലിൻ്റെ ഒരു പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ഇറാനെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തുക. ഇറാനിൽ നിന്ന് ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും വരാൻ സാധ്യതയുള്ള എല്ലാ ത്രെട്ടും, ഭീഷണികളും ഇപ്പോൾ ഏറ്റവും നല്ല അനുകൂലമായ അന്തരീക്ഷത്തിൽ വലിയേട്ടനായ അമേരിക്കയുടെ സഹായത്തോടു കൂടി തകർക്കുക. അതിന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റം പറയാനാവില്ലല്ലോ. ഒരു രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം, അതിൻ്റെ നീതിബോധം അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം തീർച്ചയായും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുമാത്രമല്ല, നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ തമസ്കരിക്കാൻ, എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, ട്രംപ് യുദ്ധം ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയലിൻ്റെ വിചാരണയിൽ നിന്നും രക്ഷപ്പെടാനാണ്, അല്ലെങ്കിൽ ശ്രദ്ധ തിരിക്കാനാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇത് കൃത്യമായി നമുക്ക് കാര്യകാരണ സഹിതം തെളിയിക്കാനാവുന്ന ഒന്നല്ല. ഇതൊക്കെ ഓരോ ആംഗിൾസാണ് എന്ന് മാത്രം. ഇപ്പോഴിതാ ഇറാനിൽ നിന്നും ഏറ്റവും അധികം വ്യക്തിപരമായി ഭീഷണി നേരിടുന്ന വ്യക്തി മറ്റാരുമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവാണ്, ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ അതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹിറ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ല. അദ്ദേഹം തീർച്ചയായും ഇസ്രായേലിൻ്റെ മണ്ണിൽ ഉണ്ടാകുമല്ല. യുദ്ധം സമയത്ത് രാജ്യം വിട്ട് മറ്റൊരിടത്തേക്ക് പോയി കാണില്ലല്ലോ. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഇറാന് നേരിട്ട് മിസൈൽ ആക്രമണത്തിൽ വകവരുത്താൻ ആവില്ല. അമേരിക്ക വരെ എത്തുന്ന മിസൈലുകളൊന്നും തന്നെ ഇറാന് ഉണ്ടാവില്ല. അതേസമയം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തെ, ഓഫീസിൽ, ഒളിയിടത്ത്, ബങ്കറിൽ എവിടെയാണോ ശാരീരിക സാന്നിധ്യമുള്ളത് അവിടെയൊക്കെ കൃത്യമായി പ്രിസിഷൻ ബോംബിങ്ങിലൂടെ സാങ്കേതികമായി കൊല്ലാൻ സാധിക്കും. പക്ഷേ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ആശങ്ക ചില കേന്ദ്രങ്ങളിലുണ്ട്. കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരിക്കൽ മാത്രമാണ് പൊതുവേദിയിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അതേ അനേക പ്രസ്താവനകൾ വരുന്നു, ശബ്ദ സന്ദേശങ്ങൾ വരുന്നു, പക്ഷേ വ്യക്തിയെ കാണാനില്ല. അപ്പോൾ അപായപ്പെടുത്തിയിരിക്കുമോ എന്ന ഒരു സന്ദേഹം വരുന്നത് ആ പശ്ചാത്തലത്തിലാണ്. അതിനുള്ള നമുക്ക് സ്വാഭാവിക യുക്തി, കോമൺ സെൻസിൽ നിന്നുള്ള നിഗമനങ്ങളിലല്ലേ എത്താനാവൂ. കാരണം ഇപ്പോൾ ഒരാളെ കാണാനില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി എന്നർത്ഥമുണ്ടോ? എൻ്റെ ഒരു ചിന്ത പോകുന്നത്, ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കട്ടെ, യുദ്ധമാണ്.
യുദ്ധസമയത്തെ രാജ്യത്തിൻ്റെ നേതൃത്വം ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ആയിരിക്കുക എന്നത് യുദ്ധത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ആവശ്യമാണ്. നോക്കൂ, ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമനേയി വധിക്കപ്പെട്ടത് യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണെന്ന് ഓർക്കണം. കാരണം യുദ്ധം ആത്തോടുകൂടിയാണ് യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ യുദ്ധ സമയത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം മുൻകരുതലുകൾ ഏറെ എടുക്കുമായിരുന്നു, പൂർണ്ണമായി സുരക്ഷിതമായ ഇടത്തേക്ക് മാറുമായിരുന്നു. ഇത് അദ്ദേഹത്തെ വകവരുത്തിക്കൊണ്ടാണ്, അദ്ദേഹത്തോടൊപ്പം 48 പേരെ കൂടി വകവരുത്തിക്കൊണ്ടാണ് പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയത്. അപ്പോൾ അത് യുദ്ധമധ്യയല്ല കൊല്ലപ്പെട്ടത്, യുദ്ധത്തിൻ്റെ അതിനിമിഷങ്ങളിൽ, അതായത് യുദ്ധം അദ്ദേഹത്തെ കൊല്ലാൻ കൂടിയുള്ളതായിരുന്നു എന്ന് കാണാം. അങ്ങനെ വരുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റേത് അങ്ങനല്ല. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ അനേക സ്ഥലങ്ങൾ മാറി സുരക്ഷിതമായി ഇരിക്കുന്നുണ്ടാകാം. ഇസ്രായേലിൻ്റെ അവർ വിഖ്യാതമെന്ന് പറയുന്ന അയൺ ഡോം സംവിധാനവും ആരോ സിസ്റ്റവും ഒന്നും തന്നെ പൂർണ്ണമായി ആ രാജ്യത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല എന്നും നമ്മൾ ഈ കഴിഞ്ഞ 15 ദിവസം കൊണ്ട് മനസ്സിലാക്കി. ഇറാൻ്റെ ഏറെ ബോംബുകൾ, ക്ലസ്റ്റർ മിസൈലുകൾ ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചു എന്നതും നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതും കൃത്യമാണ്. പക്ഷേ ഒരുപാട് സെൻസർഷിപ്പ് നിയമങ്ങൾ ഉള്ളതുകൊണ്ട് കൃത്യമായ നാശനഷ്ട വിവരം പുറം ലോകത്തിന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തൽക്കാലം നെതന്യാഹു മറ്റൊരു കൃത്യമായ സ്ഥിരീകരണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇൻഡിപെൻഡൻ്റായ ഏതെങ്കിലും മാധ്യമങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് പ്രേക്ഷകർ ചിന്തിക്കേണ്ടതാണ്. പൂർണ്ണമായി ഇൻഡിപെൻഡൻ്റായ മാധ്യമങ്ങൾ എന്നത് ഒരു പ്രയോഗം മാത്രമാണ്. എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ പക്ഷം ചേരും, ഒരുപക്ഷെ മഹാഭൂരിപക്ഷം പ്രേക്ഷകരും പക്ഷം ചേരുന്ന ആളുകളാണ്. അങ്ങനെയാണ് യുദ്ധസമയത്ത് പലപ്പോഴും പക്ഷമരുത് എന്ന് പറയുമ്പോഴും പക്ഷം ചേരുന്ന ഒരു മനോഭാവമുണ്ട്. പക്ഷം ചേരാതെ കൃത്യമായി വിശകലനം ചെയ്യുന്ന ആളുകളെ രണ്ടു പക്ഷത്തു നിന്നും ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഇതൊരു കോൺസ്പിറസി തിയറിയായി തൽക്കാലം ഇരിക്കട്ടെ. നെതന്യാഹുവിന്റെ കാര്യം പോലെ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട്. മുജ്തബ ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ ആരും മുജ്തബയെ പിന്നീട് കണ്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു NBC ന്യൂസിനോട് ട്രംപിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ടോ? കാരണം പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മുജ്തബ പൊതുവിടത്തിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. യുദ്ധം തുടങ്ങി 7ാം നാളാണ് മുജ്തബ അലി ഖമനേയി, അതായത് പരമോന്നത നേതാവായിരുന്ന ഖമനേയിയുടെ മകൻ, രണ്ടാമത്തെ മകൻ, ഔപചാരികമായി പരമോന്നത നേതാവായി അവരോധിക്കപ്പെടുന്നത്. ആ സെലക്ഷൻ പ്രക്രിയയുടെ മധ്യേ തന്നെ ബോംബാക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 88 പേരടങ്ങുന്ന ഒരു സമിതിയാണ്, ഒരു കൗൺസിലാണ് വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഒരു കൺസെൻസസ് എന്ന രൂപത്തിൽ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അത് എവിടെ വെച്ച് കൂടി, അതിൻ്റെ രീതിശാസ്ത്രം എന്തായിരുന്നു, ഇതൊന്നും തന്നെ പുറം ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അമേരിക്കൻ ആക്രമണം അവിടെ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതും ഇറാനിൽ നിന്ന് നല്ല റിപ്പോർട്ടുകൾ വന്നത് വെളിയിൽ നിന്നാണ്. അതിൻ്റെയൊക്കെ സ്ഥിരീകരണം എങ്ങനെയെന്നറിയില്ല. ആ ആക്രമണത്തിലോ മറ്റേതെങ്കിലും അതിന് അടുത്തുള്ള ഏതെങ്കിലും സമയത്തുള്ള മറ്റൊരു ആക്രമണത്തിലോ മുജ്തബ ഖമനേയിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു സ്ഥിരീകരണവും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഡി ഫാക്ടോ, അതായത് യഥാർത്ഥത്തിൽ ഇറാന് വേണ്ടി കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലും IRGC തലപ്പത്ത് തന്നെ നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നത് മുജ്തബ ഖമനേയി എന്ന വ്യക്തിയായിരുന്നു. അധികം ഫോട്ടോഗ്രാഫ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, പൊതുവേദികളിൽ പൊതുവെ പ്രത്യക്ഷപ്പെടാൻ വലിയ താല്പര്യം കാണിച്ചിട്ടില്ലാത്ത ഒരു പശ്ചാത്തലവും മുജ്തബ ഖമനേയിക്കുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിഗൂഢമായിരുന്നു, വളരെ രഹസ്യാത്മകമായിരുന്നു മുജ്തബ ഖമനേയിയുടെ നീക്കങ്ങൾ. പക്ഷേ അതിനർത്ഥം അദ്ദേഹം നേതൃത്വത്തിൽ ഇല്ല എന്നല്ല. ഒരു വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായി ഒരൊറ്റ വ്യക്തി, പരമോന്നത നേതാവ് ഏതെങ്കിലും കാരണവശാൽ വധിക്കപ്പെട്ടാൽ പോലും ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻറ്റ്, അത് പരമോന്നത നേതാവ് എന്ന രീതിയിലല്ല, ഒരു കമാൻഡ് നൽകുന്ന ആൾ എന്നതിൽ നിന്നും ഒരു രാജ്യത്തെ മൊത്തം ചേർത്ത് പിടിക്കുന്ന, ഒരു രാജ്യത്തിൻ്റെ മൊത്തം സംവിധാനങ്ങളെ കെട്ടുറപ്പോടെ നിലനിർത്തുന്ന ഒരു ഫിഗർ ഹെഡ് എന്ന നിലയിൽ, ഒരു സിംബൽ എന്ന നിലയിൽ, ഒരു ഐക്കോൺ എന്ന നിലയിൽ ആ സ്ഥാനത്തെ കാണുകയാണ്. ഇപ്പോൾ രാജാവ് എന്ന വ്യക്തിയല്ല, രാജ്യത്വം എന്ന ഒരു സങ്കല്പം ഒരു രാജ്യത്തെ ഒരുമിച്ച് നിർത്തുന്നു എന്ന് പറയുന്നത് പോലെ അദ്ദേഹം രാജാവിന് സമനാണ് എന്ന് വേണമെങ്കിൽ പറയാം, രാജാവല്ല.
ഭരണാധികാരിയല്ല. ആ അർത്ഥത്തിൽ മതഘടനകളുടെ തലപ്പത്താണ്, സാമൂഹിക ഘടനകളുടെ തലപ്പത്താണ്, സാംസ്കാരിക സംവിധാനത്തിൻ്റെ തലപ്പത്താണ്. IRGC എന്ന ഒരു പ്രത്യേക യുണീക്ക് സ്ട്രക്ചറിൻ്റെ യഥാർത്ഥത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കൈവശമാണ്. എല്ലാ കാര്യങ്ങളിലും, മതപരമായ കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും സൈനികമായ നീക്കങ്ങളുടെ കാര്യത്തിലും സാമൂഹ്യ വ്യവസ്ഥയുടെ കാര്യത്തിലും അൾട്ടിമേറ്റ് റിപ്പോർട്ടിംഗ് നടത്തേണ്ടതും അന്തിമ തീരുമാനം രാജ്യത്തെ മൊത്തമായി അറിയിക്കേണ്ടതും ആ സ്ഥാനത്തിരിക്കുന്ന അയത്തുള്ള അലി ഖൊമേനി ഇരുന്നതും ഇപ്പോൾ മുജ്തബ ഖൊമേനി ഇരിക്കുന്നതുമായ പരമോന്നത നേതാവിൻ്റെ ആ ഓഫീസാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അങ്ങനെയെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൂർത്തിഭാവമായി ഇരിക്കുന്ന വ്യക്തിയെ മാത്രമേ വകവരുത്താൻ ആയിട്ടുള്ളൂ. ആ വ്യക്തിയുടെ സുരക്ഷ വലിയ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ടാണ് മുജ്തബ ഖൊമേനി വളരെ അധികം സംരക്ഷണയിൽ ഒരുപക്ഷെ പരിക്കേറ്റിട്ടുണ്ടാകാം. അത് നിരാകരിക്കാനോ സ്ഥിരീകരിക്കാനോ നമ്മളിപ്പോൾ മണിക്കൂർ കണക്കിന് ഡിബേറ്റ് ചെയ്താലും ഇക്കാര്യം ഇറാൻ്റെ ഭാഗത്ത് സ്ഥിരീകരണം ഉണ്ടാകാതെ സ്ഥിരീകരിക്കാനാവില്ല. അലി ഖൊമേനി മരിച്ചു എന്നത് ഇറാൻ സ്ഥിരീകരിച്ചതുകൊണ്ട് മാത്രമല്ലേ ലോകം അറിഞ്ഞത്. അമേരിക്കയ്ക്ക് ഒരു ഫോട്ടോയെങ്കിലും എടുക്കാൻ കഴിഞ്ഞോ? ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് പോലും എടുക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പ്രചരിച്ച ഫോട്ടോഗ്രാഫുകളെല്ലാം വ്യാജമായിരുന്നു. അത് വെറും വ്യാജ കുക്ഡപ്പ് അല്ലെങ്കിൽ AI ജനറേറ്റഡ് ആയിരുന്നു എന്ന് നമ്മൾ പിന്നീട് കണ്ടതാണ്. അതുകൊണ്ട് ഈ വ്യാജന്മാരെ തിരിച്ചറിയുകയും കൃത്യമായ സ്ഥിരീകരണം ഇറാനിൽ നിന്നും വരിക, അല്ല എങ്കിൽ വ്യക്തമായ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം, ഏതെങ്കിലും ക്യാമറ കണ്ണുകൾ കൃത്യമായി ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ അല്ലാതെ അതൊരിക്കലും ഈ യുദ്ധസമയത്ത് സാധ്യമല്ല. നമ്മളതുകൊണ്ട് അങ്ങനെയുള്ള തിയറീസിൻ്റെ പുറകെ പോകരുത്. ഇറാനൊരു സംവിധാനമുണ്ട്, ഇറാനൊരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇപ്പോൾ മനസ്സിലാകുന്നത് അതീവ വികേന്ദ്രീകൃതമാണ്. സെൻട്രൽ കമാൻഡ് എന്നതൊരു വ്യക്തി നൽകുമ്പോഴാണ് ആ വ്യക്തി പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഇപ്പം ഇറാഖിന് സംഭവിച്ചിരുന്നത് അതാണ്. ഇറാഖ് യുദ്ധത്തിൽ 2003 ആ ഒരു യുദ്ധത്തിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി നടത്തിയ ആത്യന്തികമായ യുദ്ധത്തിൽ ഒരു കമാൻഡ് സിസ്റ്റം സെൻട്രലൈസ്ഡ് ആയിരുന്നത് തകർന്നപ്പോൾ ഇറാഖിന് കീഴടങ്ങേണ്ടി വന്നു. ഇതിൽ നിന്നും വലിയ പാഠമാണ് ഇറാൻ പഠിച്ചത്. ഇറാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുൻ യുദ്ധങ്ങളിൽ 8 വർഷം നീണ്ടുനിന്ന 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ യുദ്ധം, ആ യുദ്ധത്തിൽ നിന്നും ഇറാൻ ഏറെ പിടിച്ചു നിന്നു. അതുമാത്രമല്ല, ഇറാന് സഹായം ലഭിച്ചത് റഷ്യയിൽ നിന്ന് മാത്രമാണ്. ഏറെക്കുറെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇറാഖിന് അന്ന് സഹായം അമേരിക്കയിൽ നിന്നും സദ്ദാം ഹുസൈന് സഹായം ലഭിച്ചിരുന്നു. പിന്നെയാണല്ലോ സദ്ദാം അമേരിക്കയുടെ ശത്രുവായി മാറിയതും സദ്ദാമിനെ എലിമിനേറ്റ് ചെയ്തതും. അപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് യുദ്ധങ്ങൾ കണ്ട ഒരു മണ്ണാണ് ഇറാൻ്റെ മണ്ണ്. ഒരുപാട് പടയോട്ടങ്ങൾ കണ്ടതാണ്. എന്നാൽ കീഴടങ്ങിയ ചരിത്രം ഇല്ലാത്ത മണ്ണുമാണ്. അതുകൊണ്ട് കീഴടങ്ങാനാവില്ലാത്ത ഒരു മനസ്സുള്ളത് കൊണ്ട് ഒരുപക്ഷെ ഏറിയ കമാൻഡേഴ്സിന് 31 പ്രവിശ്യകളിലെ കമാൻഡർമാർക്ക് അന്തിമ തീരുമാനം അതത് ജൂറിസ്ഡിക്ഷനിൽ അന്തിമ തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം, അധികാരം യുദ്ധത്തിന് മുൻപ് തന്നെ പരമോന്നത നേതാവ് അലി ഖൊമേനി നൽകിയിട്ടുണ്ട് എന്നാണ് പൊതുവെ ഇറാനുള്ളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അത് ശരിയാണ് എങ്കിൽ അത്ര എളുപ്പമൊന്നും ഒരു മേഖല കീഴടക്കിയതുകൊണ്ടോ മുജ്തബ ഖൊമേനിയെ അപായപ്പെടുത്തിയതുകൊണ്ടോ ഈവൻ വധിച്ചതുകൊണ്ടോ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ തിയറീസൊക്കെ അൽപായുസാണ്. കോൺസ്പിറസി തിയറീസിനെ ഒരിക്കൽ കൂടി തള്ളിക്കളയുക എന്നതും യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ അവലോകനവുമാണ് ആവശ്യം. ഇറാന്റെ മിസൈൽ ആക്രമണം വൻ നാശം വിതയ്ക്കുന്നതായി ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. തൊടുക്കുമ്പോൾ ഒരു മിസൈലാണ് എങ്കിലും ആകാശത്ത് വെച്ച് ഇവ 100ഓളം ബോംബുകളായി മാറുകയാണ് എന്നും തുടർന്ന് പലയിടങ്ങളിലായി പതിക്കുന്നു എന്നൊക്കെയാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ടെൽ അവീവിലേക്കടക്കം ഇറാൻ തൊടുത്ത മിസൈലുകളിൽ 50% ഇത്തരത്തിലുള്ളതായിരുന്നുവെന്നാണ് IDF ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തൽ. അപ്പോൾ ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് മുന്നിൽ അയൺ ഡോമും ആരോയുമൊക്കെ ഫലപ്രദമാകുന്നില്ല എന്നതിന് തെളിവാണോ ഈ ഒരു വെളിപ്പെടുത്തൽ? ഒപ്പം ഇത്തരം ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കരുത് എന്നൊരു പ്രമേയം നേരത്തെ പാസാക്കിയിട്ടുള്ളതല്ലേ? വ്യോമ പ്രതിരോധം എപ്പോഴും പഴുതുകൾ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ പഴുതുകൾ അടച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഡോം എന്ന് പറഞ്ഞാൽ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രക്ചറല്ലേ. അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയത്, അതൊരു കാൽപ്പനികമായ സംഭവമാണ്. തറയിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ പല ഭാഗത്തു നിന്ന് ആകാശത്തേക്ക് അയച്ചുകൊണ്ട് ആകാശമാർഗം വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയും തകർക്കുക
എന്ന ഒരു രീതിശാസ്ത്രമാണല്ലോ അയൺ ഡോമിന് പിന്നിലുള്ളത്. അതിന് ദീർഘദൂരം മിസൈലുകളായി വരുന്ന മിസൈലുകളെ തകർക്കുന്നതിന് വളരെ ദൂരേക്ക് പോയി തന്നെ ആകാശത്ത് വെച്ച് തകർക്കുന്നത് ആരോ സിസ്റ്റവും, ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ വരുന്നത് തകർക്കുന്നതിന് ഡേവിഡ് സ്ലിംഗ്, ദാവീദിൻ്റെ കവണ എന്ന രൂപത്തിലും, അതുപോലെ ഏറ്റവും അടുത്ത് വരെ എത്തുന്ന മിസൈലുകളെ പോലും തകർക്കാൻ വളരെ ഷോർട്ട് റേഞ്ചിൽ പോലും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തകർക്കുന്ന ആ അവസാന പ്രതിരോധ കോട്ടയെ അയൺ ഡോം എന്നും അവർ വിളിച്ചിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിലും വിളിക്കുന്നത് അയൺ ഡോം എന്ന് തന്നെയാണ്. പക്ഷേ അത് തകർത്തുകൊണ്ട് നൂറുകണക്കിന് ഡ്രോൺ അവശിഷ്ടങ്ങളും ഡ്രോണുകളും മിസൈലുകളും തന്നെ റോക്കറ്റുകളും ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചു എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ അതിന് നാശനഷ്ടങ്ങളുടെ തോത് കൃത്യമായി അവലോകനം ചെയ്യാനായിട്ടുമില്ല. കാരണം സെൻസർഷിപ്പാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ സെൻസർഷിപ്പാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മുൻ യുദ്ധങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? അതിലൊരു ഉത്തരമാണ് ഇപ്പോൾ ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിലൊക്കെ കാൽപ്പനികമായി നമ്മൾ ഉപയോഗിക്കുന്ന എടുക്കുമ്പോൾ 1 അസ്ത്രമാണ്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന രീതിയിൽ അസ്ത്രത്തിൻ്റെ ഒരു പ്രഹരശേഷിയെക്കുറിച്ച് പറയുവാൻ ഇതൊരു പക്ഷേ നിറം പിടിപ്പിച്ച കഥയാകാം, അല്ലെങ്കിൽ അതൊരു കാൽപ്പനികതയുടെ ഒരു ലൈസൻസ് നമുക്കത് കൊടുക്കാം. ഇത് കാൽപ്പനികതയൊന്നുമല്ല. ഒരൊറ്റ മിസൈൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ട്രാജക്ടറി, ഭൂമിയിലെത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ 100 കണക്കിന് ചെറിയ കഷ്ണങ്ങളായി ചിതറി ബോംബുകൾ വിഘടിച്ച് അത് 100 കണക്കിന് ഇടങ്ങളിൽ പതിക്കുമ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഒറ്റ മിസൈലായി അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിൽ അതിനെ എതിടാൻ പറ്റും, അതിനെ നശിപ്പിക്കാൻ പറ്റും. ഇതാണ് ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലസ്റ്റർ തന്നെ പലതരത്തിലുള്ള ക്ലസ്റ്റർ ഡിവൈസസ് ഉണ്ട്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചും ഇത് പൂർണ്ണമായി നിഷിദ്ധമാണ്. കാരണം ഇതിനെതിരെ ഒരു പ്രതിരോധമില്ല. അതായത് സാധാരണ ഒരു മിസൈൽ തൊടുക്കുന്നത് എന്തിനാണ്? കൃത്യമായ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിസിഷനോടുകൂടി ആ ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുക. അതൊരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആകാം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാകാം, ഏതെങ്കിലും നേതാക്കളുടെ ഭവനമാകാം. അവിടെ മാത്രമാണ്. അതാണ് പ്രിസിഷൻ ബോംബിംഗ്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ, വിത്ത് സർജിക്കൽ പ്രിസിഷൻ. ആ സ്ഥലങ്ങൾ മാത്രം. അല്ലാതെ വാരി വലിച്ച് ബോംബുകൾ വാരി വിതറുക എന്നത് കാടത്തമാണ്. പക്ഷേ ചില സമയത്ത് അങ്ങനെയുള്ളത് നടത്തേണ്ടി വരുന്നു. വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ ബോംബിങ് വലിയ കിരാതമായ ബോംബിങ്ങാണ്. വിയറ്റ്കോങ് ഗറില്ലകളെ അമേരിക്കയ്ക്കെതിരെ അവിടെ പോരാടി നിന്ന തീവ്ര ഇടതുപക്ഷ റാഡിക്കൽ ഗറില്ലകളെ തുരത്താൻ ഒരു രീതിയിലും പറ്റാതെ വന്നപ്പോൾ അവിടെ നാപ്പാം ബോംബുകൾ ഉപയോഗിച്ചു. ആ സ്ഥലം മുഴുവൻ ഉരുക്കിക്കളയുകയാണ്. ആ ചെടികളും മരങ്ങൾ, ജൈവസമ്പത്ത് എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ കാർപ്പറ്റ് ബോംബിങ്, ഇത് മുഴുവൻ തന്നെ ആ തറ ഏറിയ മുഴുവൻ തന്നെ ചിതറി മാലപ്പടക്കം പോലെ ചിതറി വീഴുന്ന കാർപ്പറ്റ് ബോംബിങ്, ഇതെല്ലാം തന്നെ അനുവദനീയമല്ല. ഒന്നും യഥാർത്ഥത്തിൽ ഒരു ബലപ്രയോഗവും അനുവദനീയമല്ല എന്ന് പറയുമ്പോഴും യുദ്ധത്തിൽ, ആധുനിക യുദ്ധത്തിൽ പോലും പുലർത്തേണ്ട ചില മര്യാദകളും സാമാന്യ ശീലങ്ങളും ഉണ്ട്, ആരോഗ്യപരമായ ശീലങ്ങളും ഉണ്ട്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാന് മേൽ പെയ്തിറങ്ങിയത്. സ്വാഭാവികമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന തിരിച്ചടിയിലും ഇതുപോലെയുള്ള ബോംബുകളുണ്ട്. പക്ഷേ IDF വിവരിക്കുന്നത് പോലെ മൊത്തം ഇറാൻ വിട്ട മിസൈലുകളുടെ പകുതിയും ക്ലസ്റ്റർ ഡിവൈസസ് ആയിരുന്നു എന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം ക്ലസ്റ്റർ ഡിവൈസസ് ഇറാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ്റെ ശക്തി അവർ പറയുന്നതിനേക്കാൾ, ഇറാൻ തന്നെ ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാവും. അത്രയധികം ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഇസ്രായേലിന് മേൽ വർഷിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ യുദ്ധസമയത്ത് കേൾക്കുന്ന ഈ നമ്പേഴ്സ്, ഈ ഒരു എണ്ണത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊക്കെ തന്നെ ചില പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയും അല്ല എങ്കിൽ ചില ന്യായീകരണങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പടച്ചു വിടുന്നതാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും അതുണ്ടാക്കിയ നാശനഷ്ടം അത് സാധാരണക്കാരുടെ മേലും വന്ന് വീണിട്ടുണ്ടാകുമെന്നും കൊളാറ്ററൽ ഡാമേജുകൾ വളരെ കൂടുതലായിരുന്നു എന്നും രണ്ട് വിഭാഗങ്ങളിലും രണ്ടിടങ്ങളിലും, ഇറാനുള്ളിലും ഇസ്രായേലിനുള്ളിലും സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണാം എന്നും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഈ ഇറാൻ US ഇസ്രായേൽ യുദ്ധം ആഗോള സാമ്പത്തിക യുദ്ധമായി മാറുന്നുണ്ടോ? US-ന്റെയും ഇസ്രായേലിന്റെയും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ബാങ്കുകളും സാമ്പത്തിക കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാന്റെ IRGC ഭീഷണി മുഴക്കിയതാണ്. ഖത്തറിലുള്ള സിറ്റി ബാങ്ക്, HSBC പോലുള്ള ബാങ്കുകൾ അതിനുശേഷം അടഞ്ഞുകിടക്കുകയുമാണ്. എന്തായിരിക്കും സൈനിക താവളങ്ങളിൽ നിന്ന് മാറി
ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണ പദ്ധതിയിലേക്ക് കടക്കാനുള്ള ഒരു പ്രചോദനം? ഒരു യുദ്ധത്തെക്കുറിച്ച് പൊതുവെ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഒരു സൈനിക ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. പക്ഷേ ആധുനിക യുദ്ധം അങ്ങനെയല്ല. സൈനിക പോരാട്ടം ഒരു വഴിയിൽ നടക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മിക്കതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമില്ല. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു, ഇന്ന വിഭാഗത്തിന് തോൽവി, പിന്നോട്ടടിക്കുന്നു എന്നിങ്ങനെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞുകൊണ്ട് പലരും ഇതിനെ ഒരു ഗെയിമായി കണ്ട് ഉല്ലസിക്കുകയാണ്. പക്ഷേ യുദ്ധത്തിന് പിന്നിലെ ഒബ്ജക്റ്റീവ് മറുപക്ഷത്തെ, ഏത് രാജ്യത്തെയാണോ ആക്രമിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടി പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട്, ഡീറെയിൽ ചെയ്തുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള, തങ്ങളുടെ ഒരു സുസറിൻറ്റി, സുപ്രമസി അവിടേക്ക് പെർപ്പച്വേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് യുദ്ധം. അമേരിക്ക നടത്തിയത് സമാനമായ ഒരു നീക്കമാണ്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, ഇറാൻ്റെ സമ്പത്തില്ലാത്ത രാജ്യമല്ല ഇറാൻ എന്നോർക്കണം. അപ്പോൾ ഇറാൻ്റെ ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട്, ഇറാൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിച്ചുകൊണ്ട്, മാറ്റിക്കൊണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടത്തെ സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ്റെ വിഭവങ്ങൾക്ക് മേൽ ആത്യന്തികമായ ഒരു നിയന്ത്രണം നേരിട്ടെടുത്തുകൊണ്ട് പോവുക എന്നതല്ല. അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ വ്യവസായം ചെയ്യാൻ, വാണിജ്യം ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, ഗവേഷണം ചെയ്യാൻ, പരിവേഷണം നടത്താൻ, എണ്ണ കുടിച്ചെടുക്കാനുള്ള അനുമതി, അവകാശം, അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണല്ലോ അന്തിമമായ ഉദ്ദേശം. പക്ഷേ ന്യായമായി പറയാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം, അമേരിക്കയ്ക്കെതിരെ തന്നെ വരാൻ സാധ്യതയുള്ള വെല്ലുവിളി, ആണവ വിപത്ത്, അതൊക്കെ ന്യായീകരണത്തിന് വേണ്ടി പറയാവുന്നതേ ഉള്ളൂ. ഇത് വ്യക്തമായി തിരിച്ചറിയാവുന്ന രാജ്യവുമാണ് ഇറാൻ. ഇറാൻ അവരുടേതായ രീതിയിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ എവിടെ വേദനിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനെ പ്രഹരിച്ചത്. അതുകൊണ്ട് ഇറാൻ അതേ തന്ത്രം മറുപക്ഷത്ത് പയറ്റുന്നു. എവിടെയാണ് അമേരിക്കയ്ക്ക് വേദനിക്കുക, എവിടെയാണ് ഇസ്രായേലിന് വേദനിക്കുക? അതിൻ്റെ ഉത്തരം സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്നത് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റുകൾ, അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമിതികൾ, സ്ഥാപനങ്ങൾ. അങ്ങനെയെങ്കിൽ 2-3 കാര്യങ്ങളിൽ ഇറാൻ ശ്രദ്ധ ചെലുത്തുന്നു. യുദ്ധം സൈനികമായി പോരാടുന്നതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ ഇറാൻ പറഞ്ഞു. ഒന്ന്, ഡോളർ അധിഷ്ഠിത വ്യാപാരം നടത്തുന്ന എണ്ണ കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതേസമയം ചൈനീസ് കറൻസിയായ യുവാൻ അധിഷ്ഠിതമായ വ്യാപാരം നടക്കുന്നുവെങ്കിൽ അതിന് ഉള്ള കപ്പലുകൾക്ക് യഥേഷ്ടം പോകാം, ഞങ്ങൾ സംരക്ഷണം നൽകാം. അപ്പോൾ അതിനർത്ഥം എന്താ? ഡോളർ ബേസ്ഡ് എണ്ണ കച്ചവടം, പെട്രോ ഡോളർ എന്ന കോൺസെപ്റ്റ് തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അത് ഇറാൻ മാത്രം വിചാരിച്ചാൽ അവസാനിക്കില്ല, ദീർഘകാലമായൊരു ക്രമമാണ്, അത് നമുക്കറിയാമല്ലോ. പക്ഷേ സൗദി അറേബ്യയും UAEയും എല്ലാം തന്നെ അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിച്ച് കൊണ്ടുവരിക, മാറി ചിന്തിക്കാൻ, ഈ ഡോളർ ബേസ്ഡ് വിധേയത്വം എന്തിനാണ് നിങ്ങൾ ഇനി പുലർത്തുന്നത്, മാറി ചിന്തിച്ചുകൂടെ എന്ന് അവരോട് പറയുകയാണ്. അതാണ് ഒരു തന്ത്രം, അമേരിക്കയോട് ഉള്ള ഒരു വിലപേശൽ. അതുമാത്രമല്ല, അമേരിക്ക ആക്രമിച്ചത് തന്നെ ഇങ്ങനെയൊരു ഡോളറിനൊരു വീക്ക്നെസ് ഉണ്ടാകാം. ഡോളറിനെ ഉപേക്ഷിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ഇറാനും ഒക്കെ കച്ചവടം നടത്തിയാൽ എന്താവും ഡോളറിൻ്റെ സ്ഥിതി? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണല്ലോ ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. ആണവ വിപത്ത് എന്നത് മാത്രമല്ലായിരുന്നു എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഇറാൻ ഒരു പടി കൂടി കടന്നു. ഖത്തർ എന്ന രാജ്യം വലിയ ഒരു നിഷ്പക്ഷ രാജ്യമാണെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്നു. ഹൂതികളോടും ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഇറാനോടും അമേരിക്കയോടും ഇസ്രയേലിനോടും ഒക്കെ തന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു പരിധിവരെ ഗൾഫ് പ്രദേശത്തെ GCC മേഖലയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഖത്തർ സ്വയം വിളിക്കുന്നത്. അതിലൊരു വലിയ വൈരുദ്ധ്യവുമുണ്ട്. എന്താണ്? ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമായ അൽ ഉദൈദ് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു. അതേസമയം ഹമാസിൻ്റെ നേതാക്കൾ അവിടെ വന്ന് കൂടിയാലോചന നടക്കുന്നു. ഇസ്രായേൽ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾ അവിടെ വന്നു. ഇസ്രായേൽ അവരെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇറാൻ കഴിഞ്ഞ യുദ്ധത്തിലും ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ആക്രമിച്ചു. അതേ ഖത്തറാണ് വാതകത്തിൻ്റെ ഏറ്റവും വലിയ ഭീമമായ ശേഖരമുള്ള LNG CNG ശേഖരമുള്ള ലോകത്തിൻ്റെ ഏതാണ്ട് 1/3 വാതക വിപണിയെ നേരിട്ടോ അല്ലാതെ കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ, ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതക വരവ് നിലച്ചതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഇത്രയധികം LNG LPG പ്രതിസന്ധി ഉണ്ടായതും. അതേ ഖത്തറിൻ്റെ മറ്റൊരു മുഖമാണ് സാമ്പത്തിക മുഖം. ലോകത്തെ ഏറ്റവും വലിയ HSBC ഉൾപ്പെടെയുള്ള, സിറ്റി ബാങ്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ആൻഡ് യൂറോപ്യൻ
ബാങ്കുകളുടെ മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും വലിയ സമുച്ചയം കേന്ദ്രം ഖത്തറിലാണ്, ദോഹയിലാണ്. അപ്പോൾ ബാങ്കിങ് കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. സാധാരണ ഒരു യുദ്ധത്തിൽ പറയുന്നൊരു കാര്യമല്ല. ഇപ്പം ഇറാൻ തെരഞ്ഞു പിടിച്ച് ഖത്തറിൻ്റെയും UAEയുടെയും ദുബായ്, അബുദാബി പോലെയുള്ള സ്ഥലങ്ങളും ബാങ്കിങ് കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പോൾ ബാങ്കിങ് കേന്ദ്രങ്ങളെ, എണ്ണ കേന്ദ്രങ്ങളെ മാത്രമല്ല ബാങ്കിങ് കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന ഭീഷണി നന്നായി ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാരായ ബാങ്ക് ജീവനക്കാർ, അമേരിക്കൻ സിറ്റിസൻസ്, പല കാര്യങ്ങളിലായി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മധ്യപൗരസ്ത്യ പ്രദേശത്ത് തങ്ങുന്നവർ, അവരോടെല്ലാം തന്നെ സ്ഥലം കാലിയാക്കി നേരെ അമേരിക്കയ്ക്ക് വിട്ടോളാനാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം മറ്റൊരു തലത്തിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്നതിൽ ഇറാൻ വിജയിച്ചു. അത് ന്യായമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ കേവലം ഒരു സൈനിക പോരാട്ടം എന്ന നിലയിൽ അമേരിക്കയെ പരാജയപ്പെടുത്താൻ ഇറാനാവില്ലല്ലോ. ഒരുപക്ഷെ യുദ്ധം എങ്ങുമെങ്ങും അവസാനിക്കുക, സമനിലയിൽ പിരിയാൻ സാധിക്കും, രണ്ടു കൂട്ടർക്കും വിജയം ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷേ അമേരിക്കയ്ക്ക് പിന്തിരിയണമെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് പിന്തിരിയാൻ അവസരമാണ്. ബാങ്കിങ് മേഖല ഉൾപ്പെടെ പൂർണ്ണമായി അപ്സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ അതിനെതിരെ വലിയ മുറവിളി ഉണ്ടാകും. അമേരിക്കൻ ബാങ്കുകളിലും ഇതിൻ്റെ സ്പൈറലിംഗ് ഇഫക്റ്റിൽ അമേരിക്കയിലെ പല ബാങ്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. ട്രാൻസാക്ഷൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു ദീർഘകാലമായി ഒരു അരനൂറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സംവിധാനം പെട്ടെന്ന് സപ്ലൈ ലൈൻസ് കട്ട് ചെയ്താൽ, എണ്ണ മാത്രമല്ല ബാങ്കിങ് സേവനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്ന. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഓഹരി വിപണി, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ് സെക്ടർ, അവിടേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്നു. ഒന്നും വേണ്ട, ഓഹരി വിപണി തന്നെ നോക്കൂ. ഓഹരി വിപണി തന്നെ തകർന്നടിയുമ്പോൾ, യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ വരുമ്പോൾ തന്നെ ഓഹരി വിപണി തകർന്നു തുടങ്ങും. യുദ്ധം മൂർധന്യത്തിലാകുമ്പോൾ വൻ തകർച്ചയാണ്. കോർപ്പറേറ്റുകൾ വേദനിക്കും, ബ്ലീഡ് ചെയ്യും കോർപ്പറേറ്റുകൾ. അന്നോർക്കണം, ഓരോ വർഷം, ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഓരോ വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഈ ആസ്തി മൂല്യത്തിൽ, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂവിൽ കുറവ് വരുന്നത്. അത് സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് യുദ്ധം തീർക്കണമെന്ന മുറവിളി സാമ്പത്തിക രംഗത്തു നിന്ന്, അമേരിക്കയ്ക്ക് ഉള്ളിൽ നിന്നും, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഈ മുറവിളി ഉണ്ടാകും. ഈ മരണം അവസാനിപ്പിക്കൂ. ഇത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെയൊരു രീതിയിലേക്ക് നീങ്ങിയത്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. കുറേ ദിവസമായിട്ട്, അല്ലെങ്കിൽ ഒരു 2-3-4 ദിവസമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വലിയ ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ആദ്യം തന്നെ ചോദിച്ചത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്നൊരു സംശയം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.